ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിക്കാരെ മൊത്തം വണ്ടി കൂടെ കയറാൻ നോക്കും. അടയ്ക്കാൻ സമ്മതിക്കില്ല അവരെ കൊണ്ട്. ട്രെയിൻ അപ്പഴേ സ്ലോ ചെയ്ത് കിടക്കുകയല്ലേ. സ്ലോ ചെയ്ത് കിടക്കൊന്നും ആയിരിക്കുമല്ലോ. വന്ദേ ഭാരത് അവിടെ സ്ലോ ചെയ്യണം. വരുന്നവരൊക്കെ പോവുള്ളൂ. ആള് പോയാലും ഇല്ലേലും 5 മിനിറ്റ് മുമ്പ് അതാ ഇവർ അടയ്ക്കുന്ന സംഭവം, അടയ്ക്കുന്നതിന്റെ കാര്യം. ഒറ്റ എടുത്ത് മാറി കൊടുക്കുന്നില്ല. താഴ്ത്താൻ സമ്മതിക്കണ്ടേ ഒന്ന്. വിദേശത്ത് വല്ലാണ് പൊത്തോന്ന് വീഴുള്ളൂ. വേണം മാറണം മാറിക്കണം അല്ലേ. അത് അവർ ബെല്ലടിച്ചോണ്ടിരിക്കുക. തീർന്നു. ഇവിടെ ബെല്ല് കടിക്കുന്നുണ്ട്. അതെ, അവിടെ ഒരെണ്ണ ആദ്യം 2 വേ ആണല്ലോ. യുനോ, ഒരു ഡയറക്ഷനിലുള്ളത് മാത്രമേ അവർക്ക്. ട്രെയിൻ കൊണ്ടുപോകും എല്ലാവരെയും കൂടെ. നമുക്ക് നിർത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് അപ്പുറത്തൂടെ പോകുന്നു. നമുക്കൊന്ന് വട്ടം കാണണമെന്നുള്ളൂ. ഞാനല്ലെങ്കിലും റിസ്ക് എടുക്കില്ല. ഞാനങ്ങനെ റിസ്ക് എടുക്കില്ല. അവിടെ നിന്ന് നിർത്തിയല്ലെന്നേ ഇവര്. ഇവിടുത്തെ ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ ഇനി ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുപ്പിച്ച് ട്രെയിൻ പോകുന്ന സമയമായിരിക്കും. പെട്ടു പോകുന്നുള്ളത് കൊണ്ട് റെയിൽവേക്കാരെ സഹായിക്കുമായിരുന്നു ഇവരെ. അല്ലെന്ന് ഇവരതുകൊണ്ടല്ല. ഇവര് ബസ്സിന്റെ കണ്ടക്ടർമാരാ, പ്രൈവറ്റ് ബസ്സിന്റെ. അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൈവറ്റ് ബസ് വരാൻ കിടക്കുക. അമ്മാർ അതിന് മുമ്പേ ഓടി ഇറങ്ങി വന്നതാ. ഇവിടുത്തെ റോഡ് ക്ലിയർ ചെയ്താലേ അമ്മമാർക്ക് പോകാൻ പറ്റുള്ളൂ. 2 ബസ്സിന്റെ കണ്ടക്ടർമാരാണ് നിൽക്കുന്നത്. അല്ലാതെ ഇവന്മാരെ സഹായിക്കാന് അവര് 1 മണിക്കൂർ എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ പണി പോകുകയല്ലേ. സാർ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കണം. ഇങ്ങോട്ട് ബസ് വരാൻ കിടക്കുക, പ്രൈവറ്റ് ബസ്. ഇവിടുന്നാണ് പ്രൈവറ്റ് ബസ് വരുന്നത്. വായിക്കോട്ട് കിടക്കുമായിരിക്കും, അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി അമ്മമാര് ഇതുണ്ട്. ഇനി എന്തായാലും വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ചേച്ചി. ഇനിയിപ്പോ 2 ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മൊത്തം വണ്ടിയാവും. നമുക്ക് നേരെ ആ റോഡ് അങ്ങോട്ടാ പോകേണ്ടത്. നമ്മുടെ വീടിന്റെ താക്കോല് നമ്മുടെ ഇപ്പഴാ ഉഷാറായതേ. നമ്മുടെ വീടിന്റെ താക്കോല് നമ്മുടെ ഉണ്ടെന്ന്. വന്നിട്ട് പോക്ക് കിടക്കുന്നൊന്നുമില്ല. ഇതാണ് എറണാകുളം. ട്രെയിനിനപ്പുറം വരുന്നുണ്ട്. ട്രെയിൻ ബൈക്കിൽ നിന്ന് വരുന്നത്. മഞ്ഞ് വിളിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ 2-3 അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള സമയം. കാരണം അവർക്ക് അടയ്ക്കാൻ പറ്റ പാട് അവർക്കറിയാം. അതുകൊണ്ട് ചിലപ്പോ തുറക്കില്ല. അടയ്ക്കണമെന്നുള്ള തുറക്കുന്ന കേസ് അവർക്ക് വലിയ നിർബന്ധം പിടിക്കേണ്ട കേസില്ല. അവർ സൗകര്യമുള്ളപ്പോൾ തുറന്നാൽ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കും. ആരും അറിയുന്നില്ലല്ലോ. ഈ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ ഗേറ്റ് ആയതുകൊണ്ടേ എഞ്ചിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി എഞ്ചിൻ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വരും. എഞ്ചിൻ മാത്രം എഞ്ചിൻ മാത്രം ഓടിച്ചോണ്ട് വരും. അന്നേരം എല്ലാം ആ ഗേറ്റ് അടയ്ക്കും. ചിലപ്പം എഞ്ചിനൊക്കെ ഇവിടെ കൊണ്ട് തിരിച്ചു പോകും. എന്നാലും ഗേറ്റ് അടയ്ക്കും അവിടെ. ഇവിടെ 2 വേക്കും കൂടെ അപ്പുറം ഇപ്പുറം അടയ്ക്കണ്ടേ. അവിടെ നമുക്ക് ഒരു ഡയറക്ഷൻ ഒരു ഗേറ്റേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് 1 വേ അല്ലേ, ഒരു സൈഡ് അടയ്ക്കുള്ളൂ. ഒരു ഒറ്റ ഇതേ കിട്ടുള്ളൂ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓപ്പണാ. മനസ്സിലായില്ലേ? അവിടുത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ ഇല്ല, അങ്ങനെ ഇവിടുത്തെ ഒരു 5 ട്രെയിൻ കൂടുന്ന. അവിടുത്തെ 5 അല്ല 50 കൂടും. മൈലുകൾ അവിടെ പാസഞ്ചേഴ്സിനെല്ലാം ഫ്ലൈറ്റല്ലേ ഉപയോഗിക്കാം, ചെറിയ ചെറിയ എയർപോർട്ടുകളുള്ളതുകൊണ്ട്. അല്ല, അമേരിക്കയിൽ അങ്ങനെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ളത്. മെട്രോ സിറ്റി ടു സിറ്റി പോകാൻ വേണ്ടി മെട്രോ പറ്റിയല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ളത് അമേരിക്കയില. ചെറിയ 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 എയർപോർട്ടുകളുള്ളതുകൊണ്ട് ഈ അവർ ആ കോസ്റ്റ് നോക്കിയല്ല. ഇപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരം പോകണേലും കോട്ടയം പോകണേലും എല്ലാം അവർ ട്രെയിൻ നോക്കിയല്ല, അവർ നേരെ ഫ്ലൈറ്റ് പിടിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ കൊള്ളയും കാണില്ലെന്ന് കൂട്ടിയോ. നമുക്കിനി ഒരു ഗേറ്റ് കൂടെ കിട്ടും. അപ്പോൾ ഇല്ല, ഗേറ്റില്ല. നമ്മള് പാലം കയറിയില്ല പോലും. ട്രെയിൻ പോയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അയിലെ പോയി ആ ഗേറ്റ് കയറാൻ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അറിയത്തില്ലാതെ പോകുന്നതാ. അവർക്ക് ഇതിലെ പോയി ബൈക്ക് സൈഡ് കൂടെ പോകണം, ഒരു ബ്ലോക്കും ഇല്ലാതെ പോകാം. പക്ഷെ ഈ ഗൂഗിൾ മാപ്പിനകത്തും അതിലേ കാണിക്കുള്ളൂ. അപ്പൊ എല്ലാവരും അതിലെ അവിടെ പോയി കിടക്കും. ഇവർക്ക് കച്ചേരിപ്പടി എന്ന് പറയുന്ന വലുത് വണ്ടിക്കാരായിരിക്കും. ഇവർക്ക് ഇതിലെ പോയി ബൈക്ക് സൈഡ് കൂടെ ഫ്രീ ആയിട്ട് പോകാം.
അങ്ങനെ ഊതാൻ നിൽക്കുകയാണോ? ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയല്ലേ? ഇവിടെ ഇതൊക്കെ നോൺ എൻട്രി ആണ്. ഇതിലിങ്ങനെ ഇമാരി ഇങ്ങോട്ട് കയറി വരുന്നതാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലായി. വലിയ ബോർഡ് വെച്ചിരിക്കുക നോൺ എൻട്രി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ചക്കക്കടയുടെ മുമ്പിൽ കൂടെ പോകാനല്ലേ? ചക്കക്കട വേണ്ടി ഈ ഫ്രൂട്ട്സ് തീർന്നിട്ട് ചക്ക മേടിച്ചാൽ ഇതെല്ലാം കൂടെ നമ്മളെന്ത് കൊടുക്കും? ഫ്രൂട്ട്സ് ഒരു ചമ്മളുണ്ട് സാറേ. നാളെ അത് ഞാൻ വാങ്ങിച്ചു തരാം. പോകുന്നതിന് മുമ്പേ വാങ്ങിച്ചു തരാം ചക്ക. കുഴപ്പമില്ല.